ഇന്ന് നമ്മുടെ കൈ കിട്ടിയേക്കുന്ന ഒരു പഴയ 4x4 വില്ലീസാണ്. സത്യത്തിൽ ഇത് വില്ലീസാണോ അതോ കച്ചേഴ്സ് വണ്ടിയാണോ എന്നറിയില്ല. ഞാനത് ഓണാണ്ട് ചോദിക്കാനും വിട്ടുപോയി. എന്തായാലും പഴയ ഒരു 4x4 പുലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഒരു ഫാമിലാണ് നിൽക്കുന്നത്, ട്രിവാൻഡ്രത്ത് ഒരു ഫാമിലാണ് നിൽക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു ഫാമാണ്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നതാണ്. നമ്മുടെ വണ്ടി മുകളിലിട്ടിട്ട് ഈ വണ്ടിയാണ് നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതിൻ്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൽ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറങ്ങി നടന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കാം പുള്ളി ഞങ്ങളെയും കൊണ്ട് ഇതിൽ ഫാമിൻ്റെ മുകളിലോട്ടൊക്കെ ഒരു ഓഫ് റോഡൊക്കെ പോയി. അതിൻ്റെ ഫുള്ളായിട്ടില്ല, കട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും വണ്ടിയുടെ ഓണറുമൊക്കെ ഒരു കിടിലൻ തന്നെയാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അതായത് വണ്ടി ഫുൾ കണ്ടീഷനാണ്. നമുക്കത് കയറി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, ഈ കയറ്റമൊക്കെ നമുക്ക് സത്യത്തിൽ നല്ല കയറ്റമാണ്. പക്ഷേ എത്രത്തോളം വീഡിയോയിൽ അറിയാൻ പറ്റുമെന്നറിയില്ല. നല്ല കയറ്റമുണ്ട്. ഈ കയറ്റം കയറി ചെല്ലുന്ന ടോപ്പിൽ പുള്ളി ഒരു റിസോർട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിൻ്റെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്താം. ട്രിവാൻഡ്രത്തൊക്കെ വന്ന് സ്റ്റേ ചെയ്യണമെന്നുള്ളവർക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. സ്റ്റേ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു തോട്ടത്തിന് നടുക്ക് ഒരു സ്റ്റേ ഒക്കെ വരും. ഫ്രെയിം ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് പുള്ളി ഓടിക്കുന്നതും നല്ല ക്ലാസിക്കായിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. നല്ല കൺട്രോളിൽ പക്കയായിട്ട് തന്നെയാണ് പുള്ളി ഓടിക്കുന്നത്. ഒരു പഴയ വണ്ടിയും പഴയ ആളും രണ്ടുപേരും നല്ല ബഡ്ഡീസാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് വണ്ടി ഒരു പിണക്കമില്ലാതെ കയറി പോകുന്നുണ്ട്. വേറെ ജർക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്കയായിട്ട് തന്നെയാണ് പോകുന്നത്. അത് പുള്ളി ഓടിക്കുന്നതിൻ്റെ കഴിവും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ ചെന്നിട്ട് ഈ സ്ഥലമൊക്കെ കണ്ടു. തിരിച്ചിറങ്ങുവാണ്. ഇപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഈ മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ പൊന്മുടി ഹിൽ സ്റ്റേഷനൊക്കെ നമുക്കിതാ ചെറുതായിട്ട് കാണാം. ഭയങ്കരമായിട്ട് അടുത്ത് കാണുന്നല്ല, ആ പൊന്മുടി ഹിൽസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നല്ല മഴയുള്ള സമയങ്ങളിൽ ഇവിടെ മഞ്ഞും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റേ വരുമ്പോൾ അത് ഒരു നല്ല ഓപ്ഷനായിരിക്കും. പ്രത്യേകിച്ചും ദൂരോട്ടൊക്കെ പോവാതെ ഇങ്ങനെയുള്ളൊരു പീസായിട്ടുള്ള സ്ഥലത്തൊരു 1-2 ദിവസം നിൽക്കണമെങ്കിൽ നല്ല ഓപ്ഷനായിരിക്കും. പിന്നെ ഈ വഴിയൊന്നും എന്തായാലും പുള്ളി റെഡിയാക്കാൻ പോകുന്നില്ല. പുള്ളി ഈ വഴി ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. കറക്റ്റ് ഒരു ഓഫ് റോഡിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വണ്ടി തന്നെ കയറി വരുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ താഴെ ഇട്ടിട്ട് ഈ വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫാമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഈ വണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എത്രത്തോളം മൊബൈലിൽ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുമെന്നറിയില്ല. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ പക്ക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ വേണ്ടവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട്. അതും അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം.